ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ അക്വേറിയം സെറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. എന്നാൽ നേരെ മറിച്ച് അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ടഫായിട്ടുള്ള ഭയങ്കര ടാസ്ക് എന്ന് വിചാരിക്കും അല്ലേ. ഇതുപോലെ ഞാനും കുറേ മുന്നേ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് വലിയൊരു അക്വേറിയം ഉണ്ടായിരുന്നു. അപ്പം അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായതുകൊണ്ട് അത് പാടെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ വീണ്ടും അക്വേറിയയിലേക്ക് മാറി. അതായത് നല്ല നല്ല അലങ്കാര മത്സ്യങ്ങളെല്ലാം കാണുമ്പം മറ്റൊരു വീട്ടിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹമാണ് അല്ലേ. അപ്പം ആരും മടിച്ചിരിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അതിനുള്ള ടെക്നിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കിയാലോ. വരും. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഞാൻ ഫസ്റ്റ് തന്നെ ഫിഷിനെല്ലാം അക്വേറിയിൽ നിന്ന് കോരി മാറ്റണം. അതിന് ഫിഷിനെ മാറ്റുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് മോട്ടറൊന്ന് എടുത്ത് മാറ്റണം. മോട്ടറിൻ്റെ അകത്തെല്ലാം നല്ലപോലെ ചളി ഉണ്ടാവും. അതിലൊരു സ്പോഞ്ച് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്, അതിലാണ് ചളിയെല്ലാം കുടുങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ചളിയെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഒരു കയ്യിൽ ഫോൺ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അങ്ങനെ ഞാനിതേ ഫിഷിനെല്ലാം കോരി മാറ്റുന്നുണ്ട്. വേറൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഫിഷിനെല്ലാം കോരി മാറ്റി. അങ്ങനെ നമ്മുടെ ഫിഷ് കുട്ടപ്പന്മാരെല്ലാം ഇവിടെ കോരി മാറ്റി വെച്ചു. ഇതാണ് ആ ടെക്നിക്ക്. ഇതുപോലത്തെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ആരുടെ എങ്ങനത്തെ അക്വേറിയം എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു വശം നമ്മുടെ അക്വേറിയയിൽ വെള്ളത്തിലിട്ടിട്ട് മറ്റേ വശം ഇങ്ങനെ പിടിച്ചിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് മാറ്റാം. അപ്പം വെള്ളമൊക്കെ പുറത്തേക്ക് പോകും കേട്ടോ. നിങ്ങൾക്ക് ചെടിൻ്റെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ ചെടിൻ്റെ ചട്ടിയിലും അത് വെള്ളം പോകും. ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പൈപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണിത്, വെള്ളമൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് ചെടിക്കൊന്നും അങ്ങനെ വേണ്ട, എന്നാലും ഫിഷ് പെരുമാറിയ വെള്ളം ചെടിക്ക് ഒഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ഇതാണ്, ചെടിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുണ്ടാകും. അങ്ങനെ ഞാൻ അതിലുള്ള സ്റ്റോണൊക്കെ മാറ്റി സ്റ്റോണൊക്കെ ക്ലീൻ ചെയ്തു. അക്വേറിയം നമ്മൾ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുത്തു. ഇനി സ്റ്റോണ് പതിയെ അക്വേറിയയിലേക്ക് നിരത്തി കൊടുക്കുക. അങ്ങനെ അക്വേറിയയിലേക്ക് സ്റ്റോണും നിരത്തി ഒരു ഓസ് വെച്ചു. പുറത്തെ പൈപ്പിൽ നിന്ന് വെള്ളവും കൂടി അതിൽ ചേർത്ത് കൊടുത്തു. ഇനി കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം എന്താ പറയുക, ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണ്ട, അന്നേരം നമ്മുടെ ഫിഷെല്ലാം പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ലിക്വിഡും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മോട്ടറും കൂടെ ഫിറ്റ് ചെയ്തിട്ട് നല്ലപോലെ വെള്ളമൊക്കെ നല്ല എന്താ പറയുക, കല്ലുപ്പും ആ ലിക്വിഡും ഒക്കെ ചേരണം. അങ്ങനെ നമ്മുടെ ഫിഷിന് കുറച്ച് കഴിഞ്ഞിട്ട് ഫിഷിനെയും കൂടി ഇട്ട് കൊടുക്കാം. ഓരോരോ ആളെ ഞാൻ പിടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ വേറെ ഒരു വെറൈറ്റി ബ്ലാക്കാണ് കേട്ടോ. അങ്ങനെ മോട്ടർ